ഇന്ന് ഞങ്ങൾ ഷാർജ ഡെസേർട്ട് പാർക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഹാപ്പിയാണ്. ബേബിയുടെ അതല്ല മക്കള്, ബേബിയുടെ ഇട്ട് കൊടുക്ക്. See, there is a pink color shoe. That is baby's. That's yours. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണ്. ഞങ്ങൾ ഇവിടെ സുഖമാണ്. ശരിക്കും ഇന്ന് അറേബ്യൻ വൈൽഡ് ഡെസേർട്ട് പാർക്ക് പോയി നോക്കാമെന്ന് വിചാരിക്കുക. ഞങ്ങൾ ലാസ്റ്റ് വീക്ക് പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. സോ ഈ വീക്ക് പോകുന്നുണ്ട്. ഞങ്ങളൊരു 11 മണി 11 AM ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ മെഡ്രാസ് ഫ്ലേവർ റെസ്റ്റോറൻറ്റിലാണ് വന്നത് ലഞ്ച് കഴിക്കാനായിട്ട്. ഇവിടെ ഫിഷ് മീൽസ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ആൻഡ് ഹെൽത്തിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. മോൾക്കാണെങ്കിൽ ഭയങ്കര സ്ലീപ്പി മൂഡ്. അവൾക്കങ്ങനെ കഴിക്കാൻ ഒരു താല്പര്യവും ഇല്ല. അങ്ങനെ കുറച്ച് കഴിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് അവൾക്കായിട്ട് ഓറഞ്ച് ജ്യൂസൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോൾ ഉറങ്ങി. ഇപ്പോൾ മോന് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നുണ്ട്. മോൾക്കുള്ളത് പാർസലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ട്രാഫിക് പ്രോബ്ലമൊക്കെ ഷാർജ ലൊക്കേഷനിലുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഇതൊരു ഔട്ടർ ഏരിയയിലാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവിടെയാണെങ്കിൽ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ 4 അട്രാക്ഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ചിൽഡ്രൻസ് ഫാം, സെക്കൻഡ് വൺ വന്നിട്ട് വൈൽഡ് ലൈഫ് സെൻറ്റർ, തേർഡ് വൺ വന്നിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ, ഫോർത്ത് വന്നിട്ട് അതൊരു മ്യൂസിയമാണ്, നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് ബൊട്ടാണിക്കൽ മ്യൂസിയം. ഇങ്ങനെ 4 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പോകുമ്പോഴത്തേക്ക് നമ്മളൊന്നും മിസ് ചെയ്യാനും പാടില്ല. അതിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ശരിക്കും ഞാൻ വേറെ വീഡിയോ കണ്ടപ്പോൾ അത്രയും ക്ലിയറായിട്ട് ഇങ്ങനെ ഇൻഫോർമേഷൻ കിട്ടിയില്ല. അതുകൊണ്ടാണ്. ചിലതിലൊക്കെ പറയുന്നുണ്ടായിരിക്കും, ഞാൻ നോക്കിയതിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. 21 dirhams ആണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ്. ചിൽഡ്രന് വന്നിട്ട് അണ്ടർ 12 years ഫ്രീ ആണ്. അപ്പോൾ വലിയ ഞങ്ങൾക്ക് 2 പേർക്കും, ഹസ്ബൻഡിനും എനിക്കും മാത്രം പേ ചെയ്തിട്ടുണ്ടായിരുന്നു. മോൾക്കും മോനും പേ ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ ഇതാണ് ലൊക്കേഷൻ. ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എൻട്രൻസിൽ തന്നെ നമുക്ക് ടിക്കറ്റ് വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എടുത്തിട്ട് ഉള്ളിലോട്ട് പോകണം. അങ്ങനെയാണ്. Don't wake up her, please. Why? Pass cards, ticket counter. Okay. Yeah, pass. Let's see. Yeah, this is a ticket counter. So this is the ticket counter. Yeah. Oh yeah, give us a lot of tickets. Give us only money. Give us ticket. What? അപ്പോൾ വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു വൈൽഡ് ലൈഫ് സെൻറ്ററിൽ ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് അനിമൽസൊക്കെ ഉള്ളതാണ്. സോ അവിടെ നമ്മൾ ഫസ്റ്റ് പോകുന്നതായിരിക്കും നല്ലത്. ഇത് 11 AM തൊട്ട് 5:30 PM ഇത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, സോ അപ്പം ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് വൈൽഡ് ലൈഫ് സെൻറ്റർ പോകണമെന്ന്. ബട്ട് ഞങ്ങൾ ഫസ്റ്റായിട്ട് ഉള്ളത് ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ, റൈറ്റ് സൈഡിൽ ചിൽഡ്രൻസ് ഫാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ശരി അവിടെ വന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ അങ്ങ് പോയി, ഉള്ളിൽ പോയി. അപ്പോൾ ഇങ്ങനെ പുറത്ത് വന്നിട്ട് നമ്മൾ പാർക്ക് ചെയ്യണം, കാർ പാർക്കിംഗ് ചെയ്യണം. ശരിക്കും ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് കേട്ടോ. കുഞ്ഞുമക്കളൊക്കെ ഒത്തിരി പേര്. അപ്പോൾ എല്ലാ സെൻറ്ററിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ചെറിയ റെസ്റ്റോറൻറ്റും പിന്നെ നല്ല ക്ലീനായിട്ട് വാഷ്റൂംസും അങ്ങനെയൊക്കെ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് കളറിങ് ചെയ്യാനും അങ്ങനെയൊക്കെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്, ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ചിൽഡ്രൻസ് ഫാം. ഒക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പക്ഷേ ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് അത്ര രസമല്ലെങ്കിൽ നേരെ കാണാൻ ഭയങ്കര നല്ലതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈവൻ എനിക്ക് പിന്നെ പറയണ്ട, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഒത്തിരി ഹാപ്പിനെസ് തോന്നിയായിരുന്നു.
വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ആവശ്യത്തിനുള്ള എല്ലാ ഇൻഫർമേഷൻസും ഞാനിതിൽ പറയുന്നുണ്ട്. ഓക്കെ, അവനെ സൂക്ഷിച്ചു. Diana camel na. Hello. Hi. Hi camel. Hello. എന്താ കഴിക്കുന്നേ? ആ നോക്ക്, പല്ല് നോക്ക്. വേണ്ട വേണ്ട, കുറച്ച് ബാക്കിലോട്ട് നിൽക്ക്. 3 of them having food. Hello. Hi. Hi cuties. Cuties. Hello. Horse. Yes. Come. Wow, there's a home for them to live. See the roosters? Roosters. Oh, yeah, roosters. Oh my god. See roosters. And some of birds. Birds are flying with the roosters. Yeah. Roosters. They are friends. They are becoming friends. They are sleeping. One more. I will make you jump onto the camera. Hello. Good. Hi. Good. They are coming. Don't give. Oh, they already done. Yeah. Come. Let's wait for See, they are coming to eat. Please. See them. He's on the line. Yeah. Wow. No. Here. No. Here. See, this is coming near. Do you like this? Hey, What is the name of this? those are rooster big. No. Those are the big roosters. Huh? Emo. Emo? Emo, that's Emo. Oh, phone എടുത്തുവാ. They want to eat. They're asking food. Come on. Come. Oh my god. കൊത്തുവോ കയ്യില്? ഏയ് അങ്ങനെ ഇത്രയാണ് ചിൽഡ്രൻസ് ഫാമിലുള്ളതൊക്കെ. നല്ലതായിരുന്നു കാണാൻ, നല്ല ക്ലൈമറ്റും ആയിരുന്നു. ഡേ ടൈമിൽ പോയപ്പോഴും വലിയ ചൂടൊന്നും തോന്നിയില്ല, സൂപ്പറാണ്. പിന്നെ ഞങ്ങൾ പുറത്ത് വന്നിട്ട് വീണ്ടും ഞങ്ങൾ കാറിലാണ് കുറച്ച് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ട്രാവൽ ചെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്താണ് കേട്ടോ, പക്ഷേ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല, കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ കാറിൽ തന്നെ നമ്മൾ പോകുന്നുണ്ടായിരുന്നു. അവിടെ പക്ഷെ പാർക്കിങ്ങിന് കുറച്ച് ഡിഫിക്കൽട്ട് തോന്നി. കുറച്ച് റൗണ്ട് ചെയ്ത് ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്നാണ്. പിന്നെ പാർക്കിങ്ങൊക്കെ കിട്ടി. പിന്നെ ഇതിൽ ടിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച്, ശരിക്കും ഇവിടെ വീഡിയോസൊന്നും അലൗഡ് അല്ല കേട്ടോ. വൈൽഡ് സെൻറ്ററിൽ ഇത് വൈൽഡ് സെൻറ്ററാണ്, ഇവിടെ അറേബ്യൻ വൈൽഡ് സെൻറ്റർ എന്നാണ്. ഇതിൽ വീഡിയോസ് എടുക്കാൻ പാടില്ല. അങ്ങനെ അത്രയൊന്നും എടുത്തിട്ടില്ല. പിന്നെ എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോസ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് മാത്രം എടുത്തതേ ഉള്ളൂ. ഒരുപാട് സ്നേക്ക് ഐറ്റംസ്, വെറൈറ്റി ഓഫ് സ്നേക്സ് ഉണ്ടായിരുന്നു.
പിന്നെ ബാക്കി കുറേ മൃഗങ്ങളുണ്ട് കേട്ടോ. ശരിക്കും 21 dirhams എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വോത്തബിളാണ്. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസും പിന്നെ കുട്ടികൾക്കൊക്കെ അവർ എഡ്യൂക്കേഷൻ പർപ്പസിന് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ. ശരിക്കും ഈ 4 സെക്ഷനും അത്രയ്ക്ക് നല്ലതാണ്. ശരിക്കും ഒരുപാട് കാണാനുണ്ട്. അവർ ഒത്തിരി എൻജോയ് ചെയ്യും കുട്ടികളൊക്കെ. അങ്ങനെയുള്ള സ്ഥലമാണ്. പിന്നെ ഇത് വന്നിട്ട് കുറേ ബേർഡ്സ്, ഡിഫറെൻറ്റ് ബേർഡ്സൊക്കെ ഇവിടെയുണ്ട്. എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇതിലെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കണം. പക്ഷെ ശരിക്കും ഈ ഒരു സ്ഥലത്ത് വരുന്നതാണ് നല്ലത് കേട്ടോ. വന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ലതാണ്. Ba. ഇവിടം തൊട്ട് ഇത് നൈറ്റ് അനിമൽസ് ആണ് കേട്ടോ നമ്മളിത് കാണാൻ പോകുന്നത്. നൈറ്റ് അനിമൽസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഈ രാത്രിയൊക്കെ പകൽ സമയം കിടന്നുറങ്ങിയിട്ട് രാത്രി ഇങ്ങനെ എണീറ്റിരിക്കുന്ന ഐറ്റംസ് അല്ലേ, അതാണ്. അത് കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഇത് ഡയറക്റ്റായിട്ട് തന്നെ കാണണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ. അങ്ങനെ കുറേ ഉണ്ട് അനിമൽസ്, നൈറ്റ് അനിമൽസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. കണ്ടു നോക്കണേ. ഇവിടെയാണെങ്കിൽ ഫുൾ മങ്കീസാണ് കേട്ടോ. ഈ സെക്ഷനിൽ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. കുഞ്ഞു മക്കളൊക്കെ എന്ത് ചിരിയും കളിയൊക്കെ, ഈവൻ നമുക്ക് പോലും ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷം തോന്നി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് ഈ കുഞ്ഞു കുരങ്ങളുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇങ്ങനെ പേര് നോക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നല്ലതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ഇങ്ങനെ തുള്ളി ചാട്ടവും അങ്ങനെയൊക്കെ. അവിടെയാ പോയിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത്. ഒരു കുഞ്ഞു കുരങ്ങിനെ മുകളിലിരുത്തി ഇങ്ങനെ ക്യാരി ചെയ്ത് പോകുന്നുണ്ടല്ലോ. ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. കണ്ടാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇത്രയും ഭംഗി. ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇത് നോക്കി ഭയങ്കര ചിരിയും കളിയും. അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാന്, ഇതൊക്കെ വന്നിട്ട് ടൈഗർ, ചീറ്റ, ഇതൊക്കെ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. എന്നാൽ ഇതൊക്കെ ഉറങ്ങുവാണെങ്കിലും നമുക്ക് ഒരു എൻ്റർടൈൻ കിട്ടുന്നത് കുറവായിട്ടൊന്നും തോന്നിയില്ല. ബിക്കോസ് വേറെ ആനിമൽസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് വന്നിട്ട് ഇനി ബൊട്ടാനിക്കൽ ഗാർഡനാണ്. ഓക്കെ, ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ നിൽക്കാൻ നല്ല രസമായിരുന്നു. നല്ല കാറ്റും നല്ല മരങ്ങളും, അതൊരു പ്രത്യേകിച്ചൊരു വൈബ് തന്നെ കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കുറേ സമയം ഞങ്ങൾ പുറത്ത് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് ചെറിയ രീതിയിലുള്ള ഡിസ്പ്ലേ ഒക്കെയാണ്. കുറേ ഈ ഗ്രെയിൻസും അതൊക്കെ അതിൻ്റെ സീഡ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചിലതൊക്കെ വന്നിട്ടിങ്ങനെ സീഡ്സൊക്കെ വന്നിട്ടിങ്ങനെ വളർന്നു വരുന്ന ആ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിക്കൊന്നുമില്ല. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നുണ്ട് കുഞ്ഞു മക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവർക്കിതൊക്കെ കാണുമ്പോൾ എൻ്റെ മോൻ അവിടെ പോയിട്ട് അങ്ങനെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് വാട്ട് ഈസ് ദിസ്, ഇതൊക്കെയാണോ, അങ്ങനെയൊക്കെ ഇവൻ കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണുന്നതല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഈ കടുക് ഇങ്ങനെയാണ് വളർന്നു വരുന്നത്, ജീരകം ഇങ്ങനെയാണ് വളർന്നു വരുന്നത്, സാഫ്രോൺ ഇങ്ങനെ വളർന്നു വരുന്നു, ഇഞ്ചി, അങ്ങനെയൊക്കെ. അവനിങ്ങനെയൊക്കെ അത് ഞങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കി വിട്ടെങ്കിലും അവൻ ഇങ്ങനെയൊക്കെ പോയി ഓരോന്ന് നോക്കുന്നുണ്ട്, ഇങ്ങനെ ജസ്റ്റ് റീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെയുണ്ട്. പിന്നെ ചിലതിൽ ഡിസ്പ്ലേയിൽ വന്നിട്ട് വീഡിയോ അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഈവൻ ഞങ്ങളത് ശ്രദ്ധിച്ചില്ല, പക്ഷെ അവനത് പോയി വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു എന്താ പറയുന്നതൊക്കെ.
പിന്നെ എല്ലാ സെക്ഷനിലും വന്നിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും നമുക്ക് ടീ കോഫി അല്ലെങ്കിൽ ചെറുതായിട്ട് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാൻ പറ്റും. അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഇപ്പോൾ 3 ഇത് കണ്ട്. ഇത് ലാസ്റ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത് ബൊട്ടാനിക്കൽ ആൻഡ് നാച്ചുറൽ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. ഇതൊരു മ്യൂസിയം, പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനായിട്ട്. പിന്നെ വലിയവർക്കും ഇരിക്കാനൊക്കെ ഭയങ്കര നല്ല സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് സമയം ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ഓടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, മോളും മോനുമായിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും അനിമൽസിനെ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ വൈൽഡ് ലൈഫ് സെൻറ്ററിൽ പോയി കണ്ട മോസ്റ്റ്ലി എല്ലാ അനിമൽസിൻ്റെയും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബോഡി പാർട്സ് അങ്ങനെ. ഇവർക്ക് മീൻസ് കുട്ടികൾക്ക് ഇത് പഠിക്കാനായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടൊക്കെ മീൻസ് എല്ലാത്തിൻ്റെ ഹിസ്റ്ററി, എത്ര വർഷമായിട്ടാണ് ഇതിങ്ങനെ, ചിലതൊക്കെ വന്നിട്ട് കുറേ വർഷങ്ങളായിട്ട് ജീവിച്ച് ഇരുന്നിട്ട് ഇപ്പോൾ ഡയനോസറിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി, അങ്ങനെ ഓരോരോ ആനിമൽസിൻ്റെ കുറിച്ച് ഹിസ്റ്ററി, അതെവിടെയാണ് ജീവിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറേ ഇൻഫർമേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറേയൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഒരുപാടുണ്ട്. അകത്ത് പോകുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് വീഡിയോസ് ആർ നോട്ട് അലൗഡ് എന്ന്. സോ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ അത് കുട്ടികൾക്ക് കാണാൻ ഒരുപാടുണ്ട്, നമുക്കും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ടു. ഞങ്ങൾ 11 അവിടെ പോയപ്പോഴത്തേക്ക് 2 o'clock ഒക്കെ ആയി. 5:36 ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കാണണമെങ്കിൽ നമ്മൾ ടൈമിന് തന്നെ പോകണം. അവിടെ 4 മണിക്കൊന്നും പോയിട്ട് എല്ലാം ഒന്നും കാണാനൊന്നും പറ്റും. അങ്ങനെയൊക്കെ പോയി പെട്ടെന്ന് നമ്മളിങ്ങനെ ധൃതി പിടിച്ചൊക്കെ ഓടി കാണേണ്ടത് വരും. അല്ലെങ്കിൽ റിലാക്സ് ആയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ പാൻ ഹോമിൽ വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ ശരിക്കും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങൾ പുതിയ വീടിന് സാധനം വാങ്ങുമ്പോൾ ഞങ്ങൾ വേറെ ഒരുപാട് ഫർണിച്ചർ ഷോപ്സൊക്കെ പോയിട്ട് ആണ് ഞങ്ങൾ വാങ്ങിച്ചതൊക്കെ. പക്ഷെ അതൊക്കെ വെച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തത് കുറച്ചും കൂടെ ബെസ്റ്റാണ്. നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്, ഒരുപാട് നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാനൊക്കെ പറ്റും. പിന്നെ അഫോർഡബിൾ കോസ്റ്റുമാണ്, എന്നാൽ ക്വാളിറ്റിക്ക് കുറവും ഇല്ലാത്ത, അങ്ങനെയൊക്കെ മോശമില്ലാത്ത കസ്റ്റമർ സർവീസും ആണ് കേട്ടോ ഇവിടെ. അങ്ങനെ എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ടി വിയും വയ്ക്കാനായിട്ടൊരു ഇങ്ങനെ സ്റ്റാൻഡ് പോലത്തെ ഒരു സാധനം നോക്കി വന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല. കിട്ടിയില്ല എന്നല്ല, അതിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് കുഞ്ഞു മക്കളുള്ളത് കൊണ്ട് ടി വിനെ ഇങ്ങനെ സ്റ്റാൻഡിലായിട്ട് താഴെ വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് മുകളിലായിട്ട് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ നോക്കി വന്നത്. അതിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വാങ്ങാം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലതാട്ടോ. നിങ്ങൾ പുതിയ വീടൊക്കെ എടുക്കുവാണെങ്കിൽ ഒന്ന് പോയി നോക്കണേ. പാൻ ഹോമിൽ പോയി നോക്കിയിട്ട് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. ഓക്കെ, നല്ലതായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആൻഡ് റിലാക്സ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, വേറൊരു വീഡിയോയിൽ കാണാം.